Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Examine the convergence of sigma k into 1 to infinity k square by 2 k square plus 3. ഇത് ഡിസംബർ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ, സിഗ്മ k equal to 1 to infinity, sigma k equal to 1 to infinity k square divided by 2 k square plus 3. ഇവിടെ കെയുടെ പവർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആണ്. ന്യൂമറേറ്ററിൽ കെ സ്ക്വയർ, ഡിനോമിനേറ്ററിൽ കെയുടെ പവർ സെയിം ആണ്. ഇങ്ങനെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കെയുടെ പവർ സെയിം ആണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഡൈവർജൻസ് ടെസ്റ്റ്. ഏത് ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡൈവർജൻസ് ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഡൈവർജൻസ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് കെ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 കെ സ്ക്വയർ പ്ലസ് 3. ഈ തന്നിരിക്കുന്നതിന് യു കെ ആയിട്ട് കൺസിഡർ ചെയ്താൽ കെ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ മതി. കെ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന് കെ സ്ക്വയർ പുറത്തെടുക്കുക, 2 + 3 ബൈ കെ സ്ക്വയർ. ഈ കെ സ്ക്വയറും കെ സ്ക്വയറും കട്ടായി പോകും. അപ്പൊ നമുക്ക് ഈ കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 3 ബൈ കെ സ്ക്വയർ എന്താവും? 3 ബൈ കെ സ്ക്വയർ എന്നുള്ളത് 0. ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ആൻസർ വിൽ ബി 1/2. That is not equal to 0. 1/2 കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ ഡൈവർജൻസ് ടെസ്റ്റ് പറയുന്നത് എന്താണ്? ബൈ ഡൈവർജൻസ് ടെസ്റ്റ് the given series is divergence. Given series divergence ആണെന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഒരു ഡൈവർജൻസ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന സന്ദർഭം ഏതാണ്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം പവർ വരിക, കെയുടെ പവർ സെയിം വരിക. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഡൈവർജൻസ് ടെസ്റ്റ്. അപ്പൊ ഡൈവർജൻസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സീരീസിലെ ആ ജനറൽ ടൈമിലെ കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുക. ഇവിടെ നമ്മൾ കെക്ക് ഇൻഫിനിറ്റി കൊടുത്തു. കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ കെ സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? കെ സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ 2 + 3 ബൈ കെ സ്ക്വയർ വരും. 2 + 3 ബൈ കെ സ്ക്വയർ വരുമ്പോൾ നമ്മുടെ ഈ കെ സ്ക്വയറും ക്യാൻസൽ ആവും. കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടൈം 0 ആവും. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1/2 കിട്ടും. ഈ 1/2 എന്നുള്ളത് 0 അല്ല, ഒരു കോൺസ്റ്റന്റ് വാല്യൂ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ബൈ ഡൈവർജൻസ് ടെസ്റ്റ് the given series is divergence. ഇത് ഡിസംബർ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇതുപോലെ തന്നെ ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ഇതാണ്. അത് ടെസ്റ്റ് ദ കൺവെർജൻസ് ഓഫ്  series sigma k equal to 1 to infinity k square divided by 2 k square minus 1. ഇത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടെസ്റ്റ് ദ കൺവെർജൻസ്. നമുക്ക് ഇതിന് വേണമെങ്കിൽ 12, 13 കൊടുക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പൊ തൊട്ട് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഇവിടെ 2 k square plus 3, ഇവിടെ 2 k square minus 1, അത്രയും വ്യത്യാസം കിട്ടും. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പ്രോബ്ലം. എങ്ങനെ ചെയ്യാം? ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കെയുടെ പവർ സെയിം ആണ്. അപ്പൊ നമ്മൾ ചെയ്തു വരുമ്പോൾ റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ ആൻസർ 1/2 കിട്ടും. അതായത് റോ ഇസ് ഈക്വൽ ടു റോയുടെ വാല്യൂ ലിമിറ്റ് കെ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 കെ സ്ക്വയർ മൈനസ് 1. അതായത് ഈ +3യുടെ സ്ഥാനത്ത് -1 എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ലിമിറ്റ് കെ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഇൻടു 2 - 1 ബൈ കെ സ്ക്വയർ. അപ്പൊ അതിൽ കെ സ്ക്വയർ കിട്ടി ആൻസർ 1/2 കിട്ടും. നോട്ട് ഈക്വൽ 0 വരും. ഗിവൺ സീരീസ് എന്താണ്? ഡൈവർജന്റ് ആണ്. ഗിവൺ സീരീസ് ഈസ് ഡൈവർജൻസ്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം കേട്ടോ, ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇത് ഡിസംബർ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. ഇത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. അപ്പോൾ ഡൈവർജൻസ് ടെസ്റ്റ് എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കെയുടെ പവർ സെയിം ആയിട്ട് വരുന്ന കേസിലാണ് നമ്മൾ എന്ത് ടെസ്റ്റ് ഉപയോഗിക്കുക? ഡൈവർജൻസ് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക.
അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും UK JK കണ്ടുപിടിക്കുക, ജനറൽ ടൈം കണ്ടുപിടിക്കുക, അതിൽ K ഇൻഫിനിറ്റി കൊടുക്കുക. K ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കൺക്ലൂഷൻ എന്താണ്? given series is diverges. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് പരീക്ഷിച്ച് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 3 മാർക്ക് പെട്ടെന്ന് നമുക്ക് മേടിച്ചെടുക്കാൻ സാധിക്കും. ഒന്നും ചെയ്യാനില്ല. ഡിസംബർ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. തൊട്ട് ഡിസംബർ 2020 3 മാർക്ക്. ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം തൊട്ട് അടുത്ത വർഷം ഡിസംബർ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ചെറിയൊരു വ്യത്യാസം വരുത്തിയുള്ളൂ. 2k² - 1 2k² സിമിലർ ക്വസ്റ്റ്യൻ ആണ്. സിമിലർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാം. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരെന്താണ്? ഡൈവർജൻസ് ടെസ്റ്റ് ആണ്. ഡൈവർജൻസ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് K ഇൻഫിനിറ്റി കൊടുക്കുക, ജനറൽ ടൈം K ഇൻഫിനിറ്റി കൊടുക്കുക, ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ നോട്ട് ഈക്വൽ 0 ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കൺക്ലൂഷൻ given series is diverges. അപ്പൊ ഈ പ്രോബ്ലം എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇത് യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്.